ഇതിപ്പോൾ ജോസ് കെ മാണി പബ്ലിക്കിന് ഇലക്ഷൻ ആസന്നമായ സാഹചര്യത്തിൽ എന്താണ് പറയുക? അവസരവാദം DNA-യിലുള്ള രാഷ്ട്രീയ പാർട്ടി നേതൃത്വത്തിന് എന്ത് പറയാൻ പറ്റും? ഒന്നും പറയാൻ പറ്റില്ല. കാര്യം എന്തുകൊണ്ട് LDF ഞങ്ങൾക്ക് പാലേ സീറ്റ് കിട്ടി, എനിക്ക് വീണ്ടും ജയിക്കണം, എനിക്ക് മന്ത്രികളെ അങ്ങനെ കൊതി മൂത്ത് നിൽക്കുകയാണ്, അതുകൊണ്ട് UDF അധികാരത്തിൽ വരാൻ സാധ്യത ഇപ്പോൾ പുതിയ ഇതനുസരിച്ച് അതുകൊണ്ടെന്ന് പറഞ്ഞാൽ അത് കൺവിൻസിങ് ആർഗ്യുമെൻ്റ് അല്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അതിജീവനവും ഈ പ്രത്യേകിച്ച് അവസരവാദം, ഈ പരസ്യമായിട്ട് തീവ്ര അവസരവാദം എന്ന് നമ്മുടെ എഴുത്തുകാരൻ സക്കറിയ പറയുന്നൊരു വാക്കുണ്ട്, തീവ്ര അവസരവാദം. അത് പറഞ്ഞാൽ തീവ്ര അവസരവാദം പ്രകടിപ്പിക്കാനും ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അങ്ങനെ ദയനീയാവസ്ഥയിൽ പെട്ടുകിടക്കുന്ന ഒരു ജോസ് കെ മാണിയുടെ സങ്കീർണമായ സങ്കടകരമായ അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. ഒരുപക്ഷെ അയാൾ സ്വയം വരുത്തി വെച്ച അവസ്ഥയായിരിക്കും. നിങ്ങളെപ്പോഴും ഓർക്കുണ്ടാവും, ഈ UDF പണ്ട് രാജ്യസഭാ സീറ്റ് കൊടുക്കുന്നതിന് വന്നിട്ട് ഈ UDF-നും കോൺഗ്രസിനകത്ത് വലിയ തർക്കമുണ്ടായിരുന്നതാണ്. BT ബൽറാനെ പോലെ യുവ നേതാക്കളൊക്കെ അന്ന് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ജോസ് കെ മാണിക്ക് രാജ്യസഭാ സീറ്റ് കൊടുക്കുന്നതിന് ഉമ്മൻചാണ്ടിക്ക് ശക്തമായിട്ട് അവരുടെ നേതൃത്വത്തിനെതിരെ സംസാരിക്കുകയും അങ്ങനെ ഉമ്മൻചാണ്ടി പിടിച്ച പിടിയാലെ ജോസ് കെ മാണിക്ക് സീറ്റ് വാങ്ങിക്കൊടുത്തൊരു ചരിത്രമൊക്കെ കോൺഗ്രസിനുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു ചരിത്രമായിട്ടാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം കെ മാണി വന്നിട്ട് ബാർക്കോഴ ആ പ്രശ്നം കേരളത്തിൽ ആരാണ് ഉയർത്തിക്കൊടുക്കുന്നത്, അത് കേരളത്തിൻ്റെ രാഷ്ട്രീയ ചർച്ചയായി മാറിയത് എങ്ങനെയാണ്, അതുപോലെ ടെലിവിഷൻ മുഖരിതമായത് എങ്ങനെയാണ്, ആ തെരഞ്ഞെടുപ്പിൽ മുഖ്യ വിഷയം എന്തുകൊണ്ടാണ്, അതിനുശേഷമാണല്ലോ ഈ കാലുമാറ്റവും അവസരവാദപരമായ നീക്കമൊക്കെ നടക്കുന്നത്. പക്ഷേ കേരള കോൺഗ്രസിന് പക്ഷേ അത്രയും ഒരു നിലപാടിലൊന്നും വലിയ അങ്ങനെ ഒരു എന്താ പറയുക രാഷ്ട്രീയമായിട്ട് അവർക്ക് അതിൻ്റെ ഒരു ദൃഢതയൊന്നും പ്രകടിപ്പിക്കാൻ മറ്റു ഇടതുപക്ഷ രാഷ്ട്രീയ പാർട്ടിയോ ഇപ്പോൾ ഈ മുന്നണിയിൽ ഇപ്പോൾ ഇടതുപക്ഷ രാഷ്ട്രീയ പാർട്ടി അല്ലാത്തൊരു രാഷ്ട്രീയ പാർട്ടി കേരള കോൺഗ്രസ് ആണുള്ളത്. പണ്ട് നേരത്തെ സേനാപതി വേണു സൂചിപ്പിച്ച പോലെ ഒരു 80 ആ തുടക്കകാലഘട്ടത്തിൽ ഉണ്ടെങ്കിൽ കൂടി യാഥാർത്ഥ്യത്തിൽ ഇപ്പോൾ LDF മുന്നണി നോക്കുകയാണെങ്കിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കെല്ലാം ഇടതുപക്ഷമായിട്ട് ഒരു നാച്ചുറൽ അലയൻസിന് സാധ്യതയുണ്ട്. CPI ആയിക്കോട്ടെ, RJD ആയിക്കോട്ടെ, ജനതാദൾ S ആയിക്കോട്ടെ, അവർക്കെല്ലാം തന്നെ ഒരു പൊളിറ്റിക്കൽ അലയൻസിന് സ്കോപ്പുണ്ട്. കാര്യം അവരൊക്കെ ഒരു സോഷ്യലിസ്റ്റ് രാഷ്ട്രീയം അല്ലെങ്കിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തെക്കുറിച്ച് പറയാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. ഇതിന് ഇടതുപക്ഷ രാഷ്ട്രീയമില്ല, സോഷ്യലിസ്റ്റ് രാഷ്ട്രീയമില്ല, ഒന്നുമില്ല. അപ്പോൾ ആ ഒരു കോൺഗ്രസ് പാരമ്പര്യ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് ഒരു മധ്യതിരുവിതാംകൂർ പ്രവർത്തിച്ച രാഷ്ട്രീയ പാർട്ടി നിലയ്ക്ക് അതിൻ്റെ ഒരു പ്രശ്നം അതാണ്. പക്ഷേ കെ മാണി തീർച്ചയായിട്ടും അതിനൊരു മലയാള കർഷകർ രാഷ്ട്രീയ പ്രശ്നം ഉയർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കറിയാം ഇതൊക്കെ CPM ആയിട്ട് ഈ ബന്ധം ആരംഭിക്കുന്ന ആസിയാൻ കരാറിൻ്റെ സംഭവത്തൊക്കെ ഓർമ്മയുണ്ടല്ലോ നമുക്ക്. ആ സമയത്തൊരു തർക്കം UDF ആയിട്ടൊക്കെ ആരംഭിക്കേണ്ട ആസിയാൻ കരാറിൻ്റെ പരിപാടിയിൽ കെ മാണി പങ്കെടുത്തൊക്കെ നമുക്കറിയാം. പക്ഷേ ഇവിടെ പ്രധാനപ്പെട്ട കാര്യം നമുക്ക് നോക്കുന്നത് ഈ കേരള കോൺഗ്രസിൻ്റെ പൊളിറ്റിക്കൽ രാഷ്ട്രീയമൊന്നുമല്ല. ഇതിനകത്ത് ജോസ് കെ മാണി അതീവനായി ബന്ധപ്പെട്ട് രാഷ്ട്രീയമുണ്ട്. അത് പാലാ സീറ്റായി ബന്ധപ്പെട്ടാണ്. അത് UDF-ന് ഇഷ്യൂ ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഇങ്ങോട്ട് മാറാനുള്ള സാധ്യത വളരെ കുറവാണ്. CPM സംബന്ധിച്ചിടത്തോളം ഇവരുടെ വോട്ട് കിട്ടുന്ന അത്യാവശ്യം ഗുണമായിരിക്കും. മധ്യതിരുവിതാംകൂറിൽ തന്നെ ക്ഷീണിച്ചിരിക്കുന്ന ഒരു ഇടതുപക്ഷം സംബന്ധിച്ചോളം ഉള്ള വോട്ട് സമാഹരിക്കുക എന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ പാലയിൽ നിന്ന് ഇവർക്ക് മത്സരിക്കാൻ അവസരമുണ്ട്. കാര്യം CPM-നോട് വലിയ മിസ്റ്റേക്കൊന്നുമില്ല, പാലയിൽ മത്സരിക്കാൻ അവസരമുണ്ട്. പാലയിൽ നിന്നാൽ നമുക്കറിയാം ഈ സ്ഥിതി ഒരു പക്ഷേ ആവർത്തിക്കാൻ സാധ്യതയില്ലെങ്കിൽ CPM ഒരുപക്ഷെ ആഗ്രഹിക്കുന്നത്, എനിക്കല്ലാതെ ഒരുപക്ഷെ നമ്മുടെ സ്പെക്കുലേഷൻ ആയിരിക്കാം, അത് എളുപ്പത്തിൽ നിരാകരിക്കാൻ പറ്റിയിരിക്കും. ആന്റണി രാജുവിൻ്റെ മത്സര മണ്ഡലത്തിലേക്ക് വരിക. അവിടെ വന്നാൽ സത്യം സംഭവിക്കുന്ന അപ്രൂട്ട് ചെയ്യപ്പെടുക. അദ്ദേഹത്തിൻ്റെ തറവാട്ട് സ്ഥലത്ത് ഇതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് വിളിക്കുന്ന വേരുള്ള സ്ഥലത്ത് അപ്രൂട്ട് ചെയ്യപ്പെടുകയും തിരുവനന്തപുരത്ത് വരികയും അങ്ങനെ രാഷ്ട്രീയ ഭാവി പരിപൂർണ്ണമായി ഇല്ലാതാവുകയും ഒരുപക്ഷെ റോഷി അഗസ്റ്റിനകത്ത് മറ്റൊരു കാര്യം കേരള കോൺഗ്രസിൻ്റെ ഒരു ചരിത്രത്തിൽ ഇതുണ്ടല്ലോ. കാര്യം പുതിയ നേതാക്കൾ വരുന്നു, അവർ പിളരുന്നു, അവർ വളരുന്നു. പ്രസാദ് എന്ന് വെച്ചാൽ ജോസ് കെ മാണി അങ്ങനെ പൂർണ്ണമായ ബോധ്യത്തോടെയും താല്പര്യത്തോടെയും ആഴത്തിലുള്ള ഡിസിഷൻ അല്ല എടുത്തിട്ടുള്ളതെന്ന് അഭിപ്രായമുള്ള ആൾക്കാരുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ ജോസ് കെ മാണി തിരികെ പോകലിൻ്റെ സകല സാധ്യതകളെയും അടയ്ക്കുന്ന തരത്തിലാണ് പ്രസ് മീറ്റ് നടത്തുന്നത്. അദ്ദേഹം പറയുകയാണ്, ഞങ്ങളെ ആട്ടി പുറത്താക്കിയതാണ് അവിടുന്ന്, ഞങ്ങൾ പോന്നു, ഇനി ഞങ്ങൾ തിരിച്ചു പോകണോ, ഞങ്ങളെ ചേർത്ത് പിടിച്ചത് സഖാവ് പിണറായി വിജയനാണ്. എന്ന് വെച്ചാൽ ഈ സമീപകാലത്ത് തിരികെ പോകിൻ്റെ സാധ്യതകളെ മുഴുവൻ അടക്കിയാണ് ജോസ് കെ മാണി ചെയ്യുന്നത്. ജോസ് കെ മാണി ഈ LDF-ൽ വന്നതിന് ശേഷം വിവാദങ്ങൾ ഉണ്ടാക്കുന്ന പരാമർശങ്ങൾ ഒഴിവാക്കുകയും വളരെ പക്വമതിയായ ഒരു നേതാവിനെ പോലെയാണ് എപ്പോഴും പ്രതികരിച്ചു കാണുന്നത്. അദ്ദേഹം അങ്ങനെ എപ്പോഴും ചാഞ്ചാടി കളിക്കുക, വിവാദങ്ങൾ ഉണ്ടാക്കുക, വൈകാരിക വർത്തമാനം പറയുക എന്നും കാണുന്നില്ല. വളരെ പക്വതയുള്ള ഒരു മെച്യൂർഡ് ആയിട്ടുള്ള പൊളിറ്റീഷ്യനെ പോലെയാണ് അദ്ദേഹം എപ്പോഴും ബിഹേവ് ചെയ്യുന്നത്. ഇന്ന് അദ്ദേഹം തീർത്തു പറയുന്നു ഞങ്ങൾ തിരിച്ചു പോകുന്നില്ല എന്ന് വെച്ചാൽ ആ വഴി അടയ്ക്കാൻ അദ്ദേഹം പല വഴിക്ക് നിർബന്ധിതനാവുകയാണോ? അതാണ് തീർച്ചയായിട്ടും നമ്മുടെ മുമ്പിൽ. അത് ഞാൻ പറഞ്ഞു നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അങ്ങനെ പറയേണ്ട ഒരു ഘട്ടമുണ്ട്. കാര്യസമയത്ത് വളരെ തെരഞ്ഞെടുപ്പ് ആസന്ന സമയത്ത് ഒരു വ്യക്തമായ നിലപാടെടുക്കാനുള്ള ഒരു കാര്യം പബ്ലിക്കിനോട് പറയേണ്ട കാര്യമുണ്ട്. പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ജോസ് കെ മാണി എന്ന് പറയുമ്പോൾ തന്നെ ചെയർമാൻ ജോസ് കെ മാണി പറയുമെന്ന് പറയുമ്പോഴും ആ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിലെ പ്രധാനപ്പെട്ട ഒരു നേതാവും മന്ത്രിയും വളരെ ജനസ്വാധീനമുള്ള റോഷി അഗസ്റ്റിൻ ആവർത്തിച്ച് വ്യക്തമാക്കി കഴിഞ്ഞ കാര്യം ആവർത്തിക്കുകയാണ് ജോസ് കെ മാണി ചെയർമാൻ ചെയ്തത്. അതായത് അതിൻ്റെ അകത്തൊരു ജോസ് കെ മാണിയുടെ ഒരു താഴെ നിൽക്കുന്ന മന്ത്രിയാണെന്ന് മാത്രമുള്ള ഒരു MLA മന്ത്രിയായിട്ടുള്ള റോഷി അഗസ്റ്റിൻ ആവർത്തിച്ച് പറഞ്ഞ കാര്യം ആവർത്തിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് ആവർത്തിക്കാനുള്ള അവസരം ഇന്ന് കിട്ടി ജനങ്ങളിൽ. പക്ഷേ റോഷി അഗസ്റ്റിൻ വളരെ കട്ടായം പറഞ്ഞ് ഞങ്ങൾ പോവില്ല എന്നുള്ള കാര്യം വ്യക്തം പറഞ്ഞു. അപ്പോൾ നമുക്ക് അതിനകത്ത് കാണാൻ പറ്റുന്ന കാര്യം അപ്രമാദിത്വം ആരാണെന്ന് വളരെ വ്യക്തമാണ്. ആ അപ്രമാദിത്വത്തിന് കാരണമുണ്ട്. കാര്യം ജോസ് കെ മാണിയുടെ സ്ഥിതി വളരെ പരുങ്ങലിലാണ് എല്ലാ തരത്തിലും. അതാണ് എൻ്റെ യാഥാർത്ഥ്യമാണ് എനിക്ക് തോന്നുന്നത്.